ഒരു കാര്യം അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സമ്പാദ്യം ഉണ്ടാക്കുവാൻ കഴിവില്ലാത്തൊരു വ്യക്തിയായിത്തീരുന്നത്. സമ്പാദ്യം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അത് സ്വരൂപിക്കുവാൻ നിങ്ങളെ കൊണ്ട് കഴിയാത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പണത്തിന് കൊടുക്കുന്ന എനർജി എന്നുള്ളത് തന്നെയാണ് വിഷയം എന്ന് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ചിന്തകളിലൂടെ പണത്തിനെ ഏത് രീതിയിലാണോ കാണുന്നത് ആ രീതിയിലാണ് പണം നിങ്ങളിലേക്ക് വന്നെടുക്കുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കറിയുമോ? അതെ, നിങ്ങൾ പണത്തിന് ഏത് എനർജി ഫ്രീക്വൻസി ആണോ നൽകുന്നത് ആ എനർജി ഫ്രീക്വൻസിയിലൂടെ തിരിച്ചു കിട്ടുന്ന ഒന്നാണ് പണം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ പണത്തെ ഭയത്തോടെയും പേടിയോടെയും സംശയത്തോടെയുമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പണം നിങ്ങളിലേക്ക് വന്നെടുക്കുകയില്ല. പണം ലഭിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് കാണുവാനും കഴിയുകയില്ല. അതിനാൽ തന്നെ നിങ്ങളുടെ ചിന്തകൾ മാറ്റി തുടങ്ങുക, നിങ്ങളുടെ ചിന്താഗതികൾ മാറ്റി തുടങ്ങുക, പണത്തിനോടുള്ള കാഴ്ചപ്പാടുകൾ വ്യത്യസ്തപ്പെടുത്തി തുടങ്ങുക. എങ്ങനെയാണ് പണത്തിനോടുള്ള കാഴ്ചപ്പാടുകൾ വ്യത്യസ്തപ്പെടുത്തേണ്ടത്? പണത്തെ ആദ്യം തന്നെ ഭയത്തോടെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ആ ഭയം നിങ്ങൾ മാറ്റിവെക്കുവാൻ തയ്യാറാവുക. പണത്തെ നിങ്ങൾ സ്നേഹിച്ചു തുടങ്ങുക, പണത്തെ നിങ്ങൾ ഇഷ്ടപ്പെട്ടു തുടങ്ങുക. പണത്തെ ഭയത്തോടെയും പേടിയോടെയും അത് എൻ്റെ കയ്യിൽ ഇത്രത്തോളം മൂല്യമുള്ള ഒരു വസ്തു ലഭിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്നുള്ള സംശയകരമായിട്ടുള്ള ചിന്തകളുമാണെന്നുണ്ടെങ്കിൽ ഇവയെ എല്ലാം ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ എന്നേക്കുമായി നിങ്ങൾ ഇല്ലാതാക്കുക, റിമൂവ് ചെയ്യുക. എന്തെന്നാൽ പണത്തിന് കൊടുക്കുന്ന എനർജി ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഭയവും പേടിയും സംശയവുമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പണം എന്നുള്ളൊരു വസ്തു വന്നെടുക്കുക ഒരിക്കലും സാധ്യമായിട്ടുള്ളൊരു വിഷയമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചിന്താഗതികൾ വ്യത്യസ്തപ്പെടുത്തുക, പണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ വ്യത്യസ്തപ്പെടുത്തുക, പണത്തെ സ്നേഹിച്ച് തുടങ്ങുക, പണത്തെ ഇഷ്ടപ്പെട്ടു തുടങ്ങുക, പണത്തെ ബഹുമാനിച്ചു തുടങ്ങുക. നിങ്ങളിലേക്ക് പണമല്ല, എന്നാൽ ആ പണം ലഭിക്കുവാനുള്ള വ്യക്തികളും സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുവാനും നിങ്ങൾക്കത് വ്യക്തമാക്കി എടുക്കുവാനും മനസ്സിലാക്കുവാനും കഴിയുമ്പോൾ സാഹചര്യങ്ങൾ അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ വിസിബിളായി തുടങ്ങും. ആ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും വിനിയോഗിച്ചുകൊണ്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് ഫോർവേഡ് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ വിന്നിങ് സോണിലോട്ട് നിങ്ങൾക്ക് എത്തിച്ചേരുവാനും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അച്ചീവ് ചെയ്തെടുക്കുവാനും നിങ്ങളെ കൊണ്ട് സാധിക്കും. സോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി മറക്കാതെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കമൻറ്റ് ചെയ്യും. ഈ വീഡിയോ മറക്കാതെ എല്ലാവരിലോട്ടും എത്താൻ വേണ്ടി ഒന്ന് മറക്കാതെ ഷെയർ കൂടി ചെയ്യുക. അതേപോലെ തന്നെ വിത്തിൻ 1 hour കൊണ്ട് നിങ്ങളുടെ ചിന്തകളും ചിന്താഗതികളും വ്യത്യസ്തപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സുകൾ വ്യത്യസ്തപ്പെടുത്തുവാനുള്ള ചില അറിവുകൾ നൽകുന്ന ഒരു ക്ലാസ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനോടകം തന്നെ 20-ന് മുകളിൽ ആളുകളുടെ ജീവിതം വ്യത്യസ്തമായിട്ടുള്ള ചിന്തകളിലോട്ടും പാതകളിലോട്ടും കൊണ്ടുപോകുവാനും അവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും സ്വന്തമാക്കുവാനും അവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതം വ്യത്യസ്തപ്പെടുത്തണം, ജീവിതം മാറ്റണം, തിരുത്തി എഴുതണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ മറക്കാതെ DM ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.